ഇപ്രാവശ്യത്തെ ഇലക്ഷന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണ്? ബിഗ് ബോസ് താരങ്ങളൊക്കെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അഖിൽ മാരാർ, ദേ ഇപ്പൊ വീണ നായർ, ലക്ഷ്മി പ്രിയ, ഇവരൊക്കെ ഇലക്ഷന് നിന്നാ ജയിക്കുമോ? ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ആ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പോൾ എന്താണ് ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്, 100 ദിവസം എൻ്റെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി പ്രിയ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ? അത് മാത്രമല്ല, CID മൂസ, ഇന്ന് നമ്മുടെ ദിലീപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നായിരുന്നു. CID മൂസ പാർട്ട് 2 2027 നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളത്. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമാണ്. അയ്യോ, പാർട്ട് CID മൂസ എന്ത് നല്ലൊരു പടമാണ്, അതിനെ മാറ്റിവെക്കാൻ വേറൊരു പടം വരുമോ? ഒരിക്കലും ഇല്ല, നശിപ്പിക്കരുതേ, ആ പടത്തിനെ നശിപ്പിക്കരുത്, പാർട്ട് 2 എടുത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ എന്താ അഭിപ്രായമുള്ളത്? എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ആദ്യം തന്നെ ഒരു എമർജൻസി കാര്യം പറയാനുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ, ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ ഇപ്പോൾ കുറച്ച് ഞാൻ എപ്പോഴും മാറ്റി വെക്കും. അപ്പോൾ അത് എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മുടെ LPG ലഭ്യത കുറവുണ്ടല്ലോ. അപ്പോൾ ഇത് LPG കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ, എമർജൻസി ആവശ്യമുള്ളവരെല്ലാവരും എടുത്തു വെച്ചോളുക കേട്ടോ. ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോളുക, ബുക്ക് ചെയ്യുക. ഹെയർ ഓയിൽ കുറച്ചും കൂടെ ബാക്കിയുള്ള റിസർവിൽ വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ, എമർജൻസി ആവശ്യമുള്ളവർ എല്ലാവരും ബുക്ക് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇലക്ഷൻ 2026 നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു കഴിഞ്ഞു. കുറച്ചിനി എന്തൊക്കെയോ വരാൻ ബാക്കിയുണ്ട്. അപ്പോഴാണ് ആദ്യം തന്നെ നമുക്ക് കുറേ കോൺട്രോവേഴ്സീസും ഒക്കെ ഉണ്ടായിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതിനകത്ത് അഖിൽ മാരാരുടെ പേരാണ് ഇപ്പം ആദ്യം, റോബിൻ, ഇവരൊക്കെയാണ് പേരുകൾ വന്നുകൊണ്ടത്. അപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇലക്ഷന് പങ്കെടുക്കുമ്പോൾ അവർക്ക് ബിഗ് ബോസിൽ കിട്ടിയ വോട്ടുകൾ ഇലക്ഷന് കിട്ടുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്തൊക്കെയാണ് നമുക്കിപ്പം നമ്മൾ ബിഗ് ബോസിലാണെങ്കിലും, എൻ്റെ അഭിപ്രായം ബിഗ് ബോസിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ പ്രവർത്തിച്ചാൽ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ സംസാരം മാത്രമല്ല, നമ്മൾ കൊണ്ട് കുറേ വാഗ്ദാനങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രവർത്തനം ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ പ്രവർത്തിച്ച് കാണിക്കണം, അതേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയാണ്. 2020 സ്ഥാനാർത്ഥികളാണ് മിക്ക ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും കേട്ടോ. വീണ നായർ ഇന്ന് ഏറ്റുമാനൂർ 2020 സ്ഥാനാർത്ഥിയാണ്. ലക്ഷ്മി പ്രിയ പെരുമ്പാവൂർ 2020 സ്ഥാനാർത്ഥിയാണ്. അഖിൽ മാരാർ 2020 തൃക്കാക്കര സ്ഥാനാർത്ഥിയാണ്. ഈ 3 പേരുടെ പേരാണ് ഈ വന്നേക്കുന്നത്. ഇവർ 3 പേരും 2020 സ്ഥാനാർത്ഥികളാണ്. കമൻസ് എല്ലാം കുറേ നെഗറ്റീവും പോസിറ്റീവും. നെഗറ്റീവ് കൂടുതലാണ് വരുന്ന കാര്യം അറിയാമല്ലോ. അങ്ങനെ കുറേ പ്രസ്താവനകളൊക്കെ ഇപ്പോൾ അഖിൽ പറയുന്നുണ്ട്. 100 ദിവസം ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞ്, എൻ്റെ ബിഗ് ബോസ് കണ്ടു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ ക്യാപ്ഷനൊക്കെ ഇട്ട് വരുന്നുണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന്. എന്തായിരുന്നാലും ഇതൊക്കെ ഈ ഫേസ്ബുക്കിലും ഇതിലുമൊക്കെ വരുന്നതാണ്. അപ്പം ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പെരുമ്പാവൂർ ഒരുപാട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം, ഞാൻ എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇലക്ഷന് മത്സരിക്കുന്നത്. ഇനി ഭാവിയിലും നമുക്ക് ഇതുപോലെ ഒരുപാട് ഇപ്പോൾ അഖിലിനൊക്കെ നല്ല ഫാൻസ് ഉണ്ടായി, വിജയിയായിരുന്നല്ലോ. ലക്ഷ്മി പ്രിയ നല്ല ശ്രദ്ധേയമായ ബിഗ് ബോസിൽ നിന്ന ഒരാളാണ്. വീണയ്ക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരിക്ക് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഫാൻസ് ഉള്ള ആൾക്കാരെയൊക്കെയാണ് കൂടുതൽ പെട്ടെന്ന് വരുന്നത്, അല്ലേ? അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവർക്ക് അവിടെ ഈ ഇലക്ഷന് അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് ഇവർ മത്സരിച്ചാൽ ഇവർക്ക് ജയിക്കാൻ സാധിക്കുമോ? ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമോ? ബിഗ് ബോസ് വേറെയാണോ? ശരിയാണ്, ഞാൻ ബിഗ് ബോസുമായിട്ട് ഇത് താരതമ്യം ചെയ്യുന്നില്ല. എനിക്ക് ബിഗ് ബോസും ഈ ഇലക്ഷനും ഇതുമായിട്ടൊന്നും എനിക്കൊരു പക്ഷേ എന്തൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വാ കൊണ്ടിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം, നമ്മൾ പ്രവർത്തിക്കണം. ഇറങ്ങി പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് ജനങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിതിൽ പുള്ളിക്കാരനെ കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഉണ്ടായാലേ ജനങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ ബിഗ് ബോസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്ത് അതൊന്നും ഇതിനകത്തൊരു മാനദണ്ഡമല്ല. നന്നായിട്ട് ഇപ്പം നല്ലൊരു ആക്ടറാണ് അത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്, അത് ശരിയാണ്. അതും ഒരു ഇതാണ് കേട്ടോ. നമ്മളിപ്പം എനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നമുക്കതും പറയാതിരിക്കാൻ പറ്റൂല, അല്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. കാര്യം ഇപ്പം ചിലവർ കുറച്ച് കോൺട്രോവേഴ്സി ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ അതിലേക്ക് ശ്രദ്ധ പോയി, അതിൽ നിൽക്കുന്ന ഇവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എത്രയോ ആക്ടേഴ്സ് നിന്ന് ജയിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പം സുരേഷ് ഗോപി തന്നെ ജയിച്ചില്ലേ?
അപ്പം നമ്മൾ ആരും ആദ്യമൊക്കെ പുള്ളിക്കാരനെ ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ജയിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല ഒന്നും, കാത്തിരുന്ന് കാണാം. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ പ്രവൃത്തിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അത് വെറും വാക്കാവരുത്, വെറുതെ ആവരുത്, അത് സേവിക്കുക തന്നെ വേണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം. എന്നാൽ ജനങ്ങൾ കൂടെ ഉണ്ടാവും. അതിന് ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിലും അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഏപ്രിൽ 9 ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്. എന്താവും എന്ന് അറിയത്തില്ല. നിയമം മണ്ഡലത്തിൽ ആരാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി എനിക്കറിയില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ട് ഞാൻ നിയമം മണ്ഡലത്തിൽ എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞു തരണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്നുള്ളത്. കാര്യം ഇവിടെ രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയും മാത്രമേ എനിക്ക് പേര് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് എനിക്കറിയത്തില്ല, പേര് വന്നില്ല. അതും കൂടെ കിട്ടിയാലേ അവിടുത്തെ എന്താണ് മത്സരമെന്ന് നമുക്ക് നമ്മുടെ മണ്ഡലമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനിവിടെ തപ്പി പിടിക്കുന്നുണ്ട്, അത് എൻ്റെ പേര് വന്നിട്ടില്ല. ഇനിയിപ്പം ഈ സമയമാകുമ്പം പേര് വരികയായിരിക്കും. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമ്മുടെ ഇവിടുത്തെ നിയമമണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കാൻ ചാൻസ് ഉള്ളത്. രാജീവ് ചന്ദ്രശേഖർ ആണോ ശിവൻകുട്ടിയാണോ ആരാണെന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ടോട്ടലി നമ്മുടെ എലക്ഷൻ ഇത്തവണ ആരായിരിക്കും തൂക്കാൻ പോകുന്നത്, എത്ര സീറ്റിലായിരിക്കും തൂക്കാൻ പോകുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് CID മൂസയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഒരു ദിലീപിൻ്റെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അതിനകത്ത് പുള്ളിക്കാരൻ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു CID മൂസ 2 വരുന്നുണ്ട്, പാർട്ട് 2 വരുന്നുണ്ട്. അത് ഈ 2027 വരും. എനിക്കത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഈശ്വരാ നശിപ്പിക്കല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ദിലീപ് സപ്പോർട്ടേഴ്സിനെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ കണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കമൻറ്റ് സെക്ഷൻ മൊത്തം ഞാൻ നോക്കിയപ്പോഴത് കുറേ പേര് എഴുതിയിരിക്കണമെന്ന് അറിയാമോ? അയ്യോ ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, പോലീസുകാരില്ല, എല്ലാവരും ഇല്ല, നടിയില്ല, ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ആകെ കൂടെ 1-2 പേരുണ്ട്, ഇവരെ 2 പേരെ വെച്ചിട്ട് 3 പേരെ വെച്ചിട്ട് എങ്ങനെ പാർട്ട് 2 എടുക്കും? സത്യം പറയാട്ടോ, CID മൂസ എന്ന് പറഞ്ഞൊരു പടം, അല്ലെങ്കിൽ ദിലീപിൻ്റെ പണ്ടത്തെ പടങ്ങൾ, ഒരു 10-15 കൊല്ലം മുന്നത്തെ പടങ്ങളൊക്കെ എന്തൊരു റിപ്പീറ്റ് വാല്യൂ ആണ് എൻ്റെ പൊന്നോ. ചോറ് എടുത്തിട്ട് വന്നിട്ട് TV ഓൺ ചെയ്യുക, ദിലീപിൻ്റെ ഏതെങ്കിലും പടം ഇടുക, കാണുക, ചിരിച്ച് മണ്ടേ കയറും. അത്ര രസമായിരുന്നു പണ്ടത്തെ ദിലീപ് മൂവീസ് എന്ന് പറയുന്നത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഈ CID മൂസ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഓരോ വാക്കുകളും ഓരോ വേർഡും ഓരോ ഡയലോഗും എല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. അതിനകത്ത് ഒരാളെപ്പോലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, ഒരാളെപ്പോലും എനിക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇപ്പം ദിലീപിൻ്റെ റോളായ മൂലംകുഴിയിൽ സഹദേവൻ, നമ്മുടെ അർജുനുമായിട്ട് മുലങ്കുഴിയിൽ സഹദേവൻ സ്കോട്ട്ലൻഡിലേക്ക് പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സലീം കുമാറും പോയിട്ടുണ്ട്. ഇതാണ് കഥ നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഈ തിരിച്ചു വരുമ്പോൾ ഇവരാരും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്നിരിക്കുന്നു കഥ? SI പീതാംബര സാറേ ബോംബ് വെച്ചിട്ടുണ്ടേ, ഇവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്നാണ്? എനിക്ക് ജഗതി ശ്രീകുമാർ ഒന്നും ഇല്ലാണ്ട് എനിക്കതൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പണ്ടത്തെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിനകത്ത് ഒരാളല്ല ആ സിനിമ കൊണ്ടുപോകുന്നത്, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ആ സിനിമേനെ താങ്ങി നിൽക്കുന്ന ആ ക്യാരക്ടറിനെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ജഗദീഷ് ശ്രീകുമാറിൻ്റെ റോള്, വിക്രമൻ, കൊച്ചിൻ ഹനീഫയുടെ റോള്, അതേപോലെ തന്നെ നമ്മുടെ അശോകൻ്റെ കായംകുളം കൊച്ചുണ്ണി, തുരപ്പം കൊച്ചുണ്ണി, അതേപോലെ ക്യാപ്റ്റൻ രാജുവിൻ്റെ കരുണൻ, ഡിറ്റക്റ്റീവ് കരംചന്ദ്, അതുപോലെ അങ്ങനെ കുറേ റോളുകളുണ്ട്. നമുക്കൊരിക്കലും നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്ന റോളുകൾ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടും, അല്ലെങ്കിൽ ഇവരൊന്നും ഇല്ലാണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരി ചേച്ചി, ഇവരൊന്നും ഇല്ലാണ്ട് നമുക്കൊന്നും ഇനിയിപ്പോൾ നോക്കി ഇതിന് പകരം കുറേ ആൾക്കാരെ അങ്ങ് ഇറക്കി. സത്യം പറയാലോ, CID മൂസ 2 ഇറക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, നല്ലൊരു റോളുകൾ ആർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ അഭിനയം എന്ന് പറയുന്നത് എല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും പണ്ടത്തെ നമ്മുടെ ആ ഒരു ഗോൾഡൻ ഡേയ്സിൽ വെച്ചിട്ട് ആൾക്കാരെ വെച്ച് നമുക്ക് അവരവിടെ പെർഫോം ചെയ്യണത്, അവർ ആക്ട് ചെയ്യല്ല, അവർ പെർഫോം ചെയ്യുക, അവർ മത്സരിച്ച് പെർഫോം ചെയ്യുക. ഒരാളെ നോക്കുമ്പോൾ അടുത്ത ആളെ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ് ആണെങ്കിലും, കൊച്ചിൻ ഹനീഫ ആണെങ്കിലും, ദിലീപ് ആണെങ്കിലും, ജയറാം, ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ നമ്മൾ നോക്കൂ. അത്ര സ്റ്റേജ് പെർഫോമൻസ് അവർ ചെയ്യുന്നത് ക്യാമറയുടെ മുന്നിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സ്റ്റേജ് പെർഫോമൻസാണ് ചെയ്യുന്നത്. ഡയലോഗ് ഡെലിവറി മാത്രമല്ല, സ്റ്റേജ് പെർഫോമൻസും കൂടിയുണ്ട്. സോ അതിനെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വരുമോ എനിക്കറിയില്ല. നമുക്ക് ഇതിനെക്കാട്ടിയും CID മൂസ 1-നെക്കാട്ടിയും CID മൂസ 2 ആസ്വദിക്കാൻ സാധിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ആരെയൊക്കെ വെച്ചെനിക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയുമില്ല. പക്ഷേ എളുപ്പമല്ല ഇതുപോലത്തുള്ള നമ്മൾ
ഇതുപോലത്തെ മാസ്റ്റർ സാധനങ്ങളൊക്കെ തിരിച്ച് CID മൂസ പാർട്ട് 2 ഇതുപോലെ പാർട്ട് 2 ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കിലുക്കം കണ്ടില്ലേ? ഓഫ് എൻ്റെ അമ്മേ, അതൊന്നും നമുക്ക് ഈ മാന്നാർ മത്തായിയുടെ ഒരു പാട്ടിറക്കി അവസാനത്തെ പുതിയത്, അതൊക്കെ ഒന്നും നമുക്കൊന്നും തോന്നുന്നില്ല. അതിൽ പിന്നെയും പഴയ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഒന്ന് ആലോചിക്കുക, ആ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇറക്കുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ട് എത്രയൊക്കെ ആണെങ്കിലും പഴയ ഒരു കോംബോ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം റീസെൻ്റ് ആയിട്ട് അക്ഷയ് കുമാറിൻ്റെയും പ്രിയദർശൻ്റെയും ഭൂത് ബംഗ്ല വരുന്നുണ്ട്. അതിനകത്ത് എക്സെപ്റ്റൻസ് എന്നറിയാം. കാര്യം ആൾക്കാർക്ക് ഇപ്പോഴും ഇത് ഭൂൽ ഭുലയ്യ 2 ആണ്. ആ ഒരു കോംബോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവിടെ നമ്മുടെ ബോളിവുഡിലാണെങ്കിൽ ഒരു ചില പടങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം കണക്കാണ്. കോമഡി പടങ്ങളെന്ന് പറഞ്ഞ് ഇറക്കുന്നതൊക്കെ ഒരു കാശിനും കൊള്ളത്തില്ല, നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നില്ല. വൃത്തികെട്ട കോമഡീസൊക്കെയാണ് പല പടങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്, ഇപ്പം ഇറങ്ങിയ പടങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടം പഴയ പ്രിയദർശൻ അക്ഷയ് കുമാർ കൂട്ടുകെട്ടാ. മനസ്സിലായില്ലേ? ഹേറ ഫേറി, ഫിർ ഹേറ, അപ്പം നമ്മുടെ മലയാളത്തിൻ്റെ റീമേക്ക്, അതാണ് അവർക്ക് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ ആൾക്കാർ അത്രമാത്രം അതിന് അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. കാര്യം പഴയ കോംബോ ആണത് പ്രിയദർശൻ അക്ഷയ് കുമാർ. അവരിപ്പോൾ ഒന്നിച്ച് ഇനി അടുത്ത ഒരു ഭൂത് ബംഗ്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സോ ഇതുപോലെയാണ് നമുക്കൊരു കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ കോമ്പിനേഷൻസ് എനിക്കറിയില്ല. ഇപ്പം സലീം കുമാർ ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, വേറെ ആരും, ബിന്ദു പണിക്കർ ഉണ്ട്, വേറെ ആരും ഇല്ല. പിന്നെന്തെന്നാണെന്ന് എനിക്കറിയില്ല. ഇനി പുതിയ തന്നെ ഒരു കഥയായിരിക്കും കേട്ടോ, പുതിയ തന്നെ ഒരു സ്റ്റോറി ആയിരിക്കും, വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് CID മൂസയിൽ കിട്ടാൻ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ എല്ലാം തകിടം മറിയും. അത് നല്ല രീതിയിൽ ആക്കിയാൽ സൂപ്പറായിരിക്കും, അത്രേ പറയുള്ളൂ. ദിലീപിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയാലോ, നല്ല ഒരു തിളക്കമൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തായിരുന്നാലും, കാത്തിരിക്കാം. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടും കാത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനി കാണാനുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.